നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ക്ഷേത്രത്തെയും അവിടെ വെച്ച് നടത്തപ്പെടുന്ന വിവാഹത്തെയും കുറിച്ചുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ. 1950 മുതലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം നടത്തി തുടങ്ങിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന വിവാഹങ്ങൾക്ക് വളരെ ലളിതമായ ചടങ്ങുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഗുരുവായൂരിൽ വിവാഹം നടത്താൻ മുഹൂർത്തമോ സമയമോ വേണ്ട എന്നാണ് സങ്കല്പം. ഈ ക്ഷേത്രത്തിലെ നട തുറന്നിരിക്കുന്ന ഏത് സമയവും വിവാഹം നടത്താം. വിവാഹങ്ങൾ എത്ര കണ്ടാലും ഗുരുവായൂരപ്പന് മതിയാകില്ല എന്നാണ് ഐതിഹ്യം. 100 കണക്കിന് വിവാഹങ്ങളാണ് വിശേഷ മുഹൂർത്തങ്ങളുള്ള ദിവസങ്ങളിൽ നടക്കാറുള്ളത്. ഭഗവാന് പ്രിയങ്കരമായ തുളസിമാലയാണ് വിവാഹത്തിന് ചാർത്താൻ ഉപയോഗിക്കാറുള്ളത്. വിവാഹം കഴിഞ്ഞയുടനെ ദമ്പതികൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല. അതിനാൽ വിവാഹത്തിന് മുൻപോ തലേദിവസമോ ഭഗവാനെ തൊഴുത് അനുഗ്രഹം തേടിയിട്ടാണ് വധൂവരന്മാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലുള്ള വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിയാൽ മംഗളകരമായ ദാമ്പത്യം ലഭിക്കുമെന്നും ദാമ്പത്യ ജീവിതത്തിലുടനീളം ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. വിവാഹ തടസ്സം മാറുന്നതിനും സന്താനസിദ്ധിക്കും ധാരാളം പേർ കൃഷ്ണനാട്ടം വഴിപാട് നടത്താറുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് ചിലർ ലക്ഷ്മി നാരായണ പൂജ, മമ്മിയൂർ ക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ, സ്വയംവര പുഷ്പാഞ്ജലി എന്നിവ നടത്താറുണ്ട്. 1950 മുതൽ 1970 വരെ വെറും 2.5 രൂപയായിരുന്നു ഇവിടത്തെ വിവാഹച്ചിലവ്. 1971 ശ്രീ എളവള്ളി നാരായണൻ ആചാര്യയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആദ്യമായി ഒരു കല്യാണ മണ്ഡപം പണിതത്. ഇവിടെ വിവാഹം നടത്താൻ 500 രൂപയാണ് ചിലവ്. അതുകൂടാതെ വിവാഹത്തിന് ക്യാമറ ഉപയോഗിക്കാൻ 500 രൂപ ചീട്ടാക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.